ബ്രെഡ് വെച്ചിട്ട് ഇപ്പോൾ ട്രെൻഡിങ് ആയിട്ടുള്ള മിൽക്ക് ടോസ്റ്റൊക്കെ കഴിഞ്ഞു പോയില്ലേ. അപ്പം ഞാൻ കോഫി ഫ്ലേവർ ഇഷ്ടപ്പെടുന്ന ഒരാളാണ് കേട്ടോ. അപ്പോൾ കോഫി ഫ്ലേവറിൽ അടിപൊളിയായിട്ടുള്ള ഒരു ബ്രെഡ് ടോസ്റ്റ് ആയിട്ടോ ഒന്ന് കാണിക്കാൻ പോകുന്നത്. വായിലിട്ടാൽ അലിഞ്ഞു പോകുന്ന ഒരു മിൽക്ക് ടോസ്റ്റാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം ഒരു ഗ്ലാസ്സിലേക്ക് 1 ടീസ്പൂൺ ഇൻസ്റ്റൻറ്റ് കോഫി പൗഡർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിലേക്ക് 1 കപ്പ് പാൽ ഒഴിച്ച് കൊടുക്കുക. ചൂടുള്ള പാലായിട്ട് ഒഴിച്ച് കൊടുത്തിട്ട് കോഫിയൊക്കെ നന്നായിട്ടൊന്ന് മെൽറ്റായി കിട്ടാൻ വേണ്ടിയിട്ട്. പിന്നെ അതിലേക്ക് മധുരത്തിന് കണ്ടൻസ് മിൽക്കാണ് ചേർക്കുന്നത്. നമ്മുടെ മധുരത്തിനനുസരിച്ച് കണ്ടൻസ് മിൽക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ കണ്ടൻസ് മിൽക്ക് ഇല്ലാന്നുണ്ടെങ്കിൽ പഞ്ചസാര ചേർത്താലും മതി. കണ്ടൻസ് മിൽക്ക് ആകുമ്പോൾ ഒന്നുകൂടെ നല്ല ടേസ്റ്റി ആയിരിക്കും കേട്ടോ. അപ്പോൾ അത് 1-2 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുത്തിട്ട് അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് മാറ്റി വെക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് 3 ബ്രെഡാണ് വേണ്ടത്. നമ്മൾ പഴമൊക്കെ വെച്ചിട്ടുള്ള ബ്രെഡ് ടോസ്റ്റ് ഉണ്ടല്ലോ, അതേപോലെ തന്നെയാണ് ഞാൻ ചെയ്തെടുക്കുന്നത്. അപ്പോൾ ദാ ഇതുപോലെ 2 ചെറുപഴം എടുത്തിട്ടുണ്ട്. റോബസ്റ്റ പഴം ഉണ്ടെങ്കിൽ അതെടുത്താലും നേന്ത്രപ്പഴം ഒന്നും എടുക്കരുത് കേട്ടോ. അത് ഇതുപോലെ വട്ടത്തിൽ കട്ട് ചെയ്തിട്ട് ഇതുപോലെ വെച്ചിട്ട് ഒന്ന് സ്മാഷ് ചെയ്തെടുക്കുക. നല്ല പഴുത്ത പഴമായെങ്കിൽ ഇതുപോലെ സ്മാഷ് ചെയ്തെടുക്കാൻ പറ്റുള്ളൂ. എന്നിട്ട് അതിൻ്റെ മുകളിൽ വേറെ ബ്രെഡ് വെച്ചിട്ട് ഇതുപോലെ നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. അതിൻ്റെ മുകളിലും ഈ ഒരു പഴം വെച്ചിട്ട് വീണ്ടും സ്മാഷ് ചെയ്തിട്ട് അതിൻ്റെ മുകളിൽ വീണ്ടും ബ്രെഡ് വെച്ച് കൊടുക്കുക. എന്നിട്ട് നമുക്ക് ഒരു പാൻ ചൂടായിട്ട് അതിലേക്ക് 1 ടേബിൾ സ്പൂൺ ബട്ടർ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതൊന്ന് ജസ്റ്റ് ഒന്ന് ടോസ്റ്റ് ചെയ്തെടുക്കാം കേട്ടോ. ബ്രെഡ് ഒന്ന് 2 ഭാഗം ഒന്ന് ബ്രൗൺ കളറാക്കി എടുക്കുക. ഈ രീതിയിലാക്കിയെടുത്തതിന് ശേഷം അതിൻ്റെ മുകളിൽ നമ്മൾ റെഡിയാക്കി എടുത്തിട്ടുള്ള കോഫി മിക്സ് ഉണ്ടല്ലോ അത് ഒഴിച്ചു കൊടുക്കാം. അത് കുറേശ്ശെ ഒഴിച്ചിട്ട് വറ്റിച്ചെടുക്കണം. മുഴുവനായിട്ട് ഈ ഒരു ബ്രെഡ് അങ്ങ് കുടിച്ചെടുക്കണം. നന്നായിട്ട് തന്നെ അത് സോക്കായിട്ട് കിട്ടണം കേട്ടോ. മുഴുവനായിട്ട് ഡ്രൈ ആയിട്ട് വരണം. നല്ലൊരു സ്മെല്ലൊക്കെ ആണ് കേട്ടോ ഈ ഒരു ടൈമിൽ. കോഫിയുടെ ലവേഴ്സിന് ഇത് നന്നായിട്ട് ഇഷ്ടമാവും കേട്ടോ, കോഫി ലവേഴ്സിനൊക്കെ. അപ്പോൾ അതാ എല്ലാ ബ്രെഡൊക്കെ വറ്റി വന്ന് നല്ല അടിപൊളിയായിട്ട് ശ്രദ്ധിച്ചിട്ടൊരു പാനിലേക്ക് അങ്ങ് മാറ്റുക കേട്ടോ. നല്ല സോഫ്റ്റാണ്. എന്നിട്ട് ആ ഒരു ചൂടോടുകൂടെ തന്നെ കഴിക്കാം. അപ്പോൾ ഞാൻ അതിൻ്റെ മുകളിലായിട്ട് കുറച്ച് ബൂസ്റ്റ് കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്, ഒന്നുകൂടെ നല്ലൊരു ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് കേട്ടോ. ബൂസ്റ്റ് പൗഡർ കൂടെ ഇട്ട് കൊടുത്തിട്ട് ആ ഒരു ചൂടോടുകൂടെ തന്നെ നല്ല വാലിട്ട് അലിഞ്ഞു പോകുന്ന നമ്മുടെ ബ്രെഡ് ടോസ്റ്റ് അങ്ങ് കഴിക്കുക. സൂപ്പർ ടേസ്റ്റാണ് കേട്ടോ. ഈ ചെറുപഴമൊക്കെ ഉള്ളിൽ സ്റ്റഫ് ചെയ്താണ്ട് ചെയ്യുന്നതിലേറെ എനിക്കിഷ്ടം പഴമില്ലാതെ ഇതുപോലെ മിൽക്ക് ടോസ്റ്റ് ബ്രെഡ് ടോസ്റ്റ് ചെയ്തെടുക്കുന്ന കേട്ടോ. പഴം ഉണ്ടായാലും കുഴപ്പമൊന്നുമില്ല, അത് ഇഷ്ടപ്പെടുന്നവർക്ക് നല്ല ഇഷ്ടവും. എനിക്കതില്ലാതെയാണ് ഒന്നുകൂടെ ഫേവറേറ്റ്. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ട്രൈ ചെയ്ത് നോക്കാം, ഫീഡ്ബാക്ക് അറിയിക്കാം കേട്ടോ.